ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു നെയ് ബോളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റും ആയിട്ട് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ് ബോളിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലും ഇനി അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനൊരു 200 ഗ്രാം മൈദ എടുത്തേക്കുവാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. മാവ് ആദ്യം കുഴച്ച് വെക്കുന്നത്, മാവ് ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനുണ്ട്. അതുകൊണ്ടാണ് ആദ്യം മാവ് കുഴച്ച് മാറ്റി വെക്കുന്നത്. മാവ് ഈ ഒരു പരുവത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കാം. ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇതിനാവശ്യമായ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 1 ഗ്ലാസ് കടലപ്പരിപ്പ് കഴുകി മാറ്റി വെച്ചതാണ് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ പരിപ്പ് പൊങ്ങുന്ന വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വിസിൽ കേട്ടിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ ഇടുമ്പോഴത്തേക്കും പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പരിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പരിപ്പിന് 1/4 ഗ്ലാസ് പഞ്ചസാര നല്ലപോലെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു 10 മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുക്കാം. എന്നാലേ നമുക്ക് കറക്റ്റ് പരുവത്തിന് ഈ ഫില്ലിങ് ചെയ്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിന് ഫില്ലിങ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുപ്പിച്ച് നമുക്ക് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബോളി എങ്ങനെയാണ് പരത്തുന്നതെന്നും കൂടി നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുഴച്ച് മാറ്റി വെച്ച മാവാണ് ഈ കാണുന്നത്. ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ഉരുളയാക്കിയിട്ട് ഈ അരിപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കുവാണ്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ അങ്ങ് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓരോ ഉരുളകളായിട്ട് അകത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഈ എക്സസ് വരുന്ന മാവ് വേണമെങ്കിൽ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. വീണ്ടും നമുക്ക് അരിപ്പൊടിയിൽ മുക്കിയിട്ട് ഇത് നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് ഒട്ടാതെ തന്നെ നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നല്ലപോലെ നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത്. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ച ബോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഈ ബോളി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നെയ്യ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബോളി തണുത്തതിന് ശേഷം ഒന്ന് ഹാർഡ് ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ബോളി ഒരു സൈഡ് നല്ലപോലെ പൊള്ളി വരുന്നുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.